ഓർമ്മകൾക്കെന്നും സുഗന്ധമാണല്ലേ? അതെ, ഓർമ്മകൾക്കെന്നും സുഗന്ധമാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുള്ള ഒരു പേടികത്തിന്ന് അതിന്ന് പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഓർമ്മകൾക്കെന്നും സുഗന്ധമാണ്. അത് ചില കാര്യങ്ങൾ ഓർമ്മയാകാൻ പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. കാരണം നമ്മളെ ആകർഷിച്ച നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടർത്ത് മാറ്റപ്പെടുമ്പോൾ എന്തോ വലിയ വേദന ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പീഡികത്തിന് ഒരുപാട് ഓർമ്മകളുള്ള, അതായത് പിറവി സിനിമയുടെ കാലത്തൊക്കെ 1989 പിറവി സിനിമ ഉണ്ടായിരുന്നത്. ആ പിറവി സിനിമയൊക്കെ അപ്പോൾ ആ പീഡികത്തിൻ്റെ അടുത്തിരുന്നാണ് ആ ഒരു സീനുണ്ട്. ആ സീൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ വളരെ ഒരുപാട് ഓർമ്മകളുള്ള, നമ്മളൊക്കെ ജനിക്കുന്നതിന് ഒരുപാട് മുമ്പേ അവിടെയുള്ള സംഭവമാണത്. പക്ഷെ നമ്മൾ ജനിച്ചതിന് ശേഷം ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു പീഡികത്തിന് പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ എന്തോ നമ്മുടെ എവിടെ നിന്നോ അടുത്ത് മാറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ സുഹൃത്ത് കൂടിയായ നമ്മുടെ നിസാർ ഇതിനെക്കുറിച്ച്, ഈ ഒരു പീഡികത്തുണ്ണിയുടെ ആ ഒരു വീഡിയോ നിസാർ വിവരിച്ച് തരുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോകാം. ഹായ് ചങ്ങായിമാർ, ഞാനിപ്പോൾ ഉള്ളത് ചിത്താരി നമ്മളെ പാറക്കടവ് പാലത്തിൻ്റെ അടുത്തില്ല. നമ്മളെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു ഫിലിം കണ്ടിരുന്നു. നമ്മളൊരു പിറവി എന്ന് പറഞ്ഞൊരു ഫിലിം. ആ ഫിലിമിൽ കാണുന്ന ഒരു പീഡത്തിനായി എന്ന് പറയുന്നുണ്ട് പണ്ട് കാലത്ത്. അപ്പോൾ അതുപോലത്തെ ഒരു പീഡത്തിനായി ഇന്ന് ഇത് അപ്രതീക്ഷിതമാകുകയാണ്. ഇതിൻ്റെ ബാക്കിൽ വീടെല്ലാം വന്ന്, അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന് പൊളിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമയോട് നമുക്ക് ചോദിക്കാം, എത്ര വർഷമായിട്ടുണ്ട് ഈ ഷോപ്പ്, ഈ പീഡിയ തന്നെ ഇവിടെ നിൽക്കുന്നത്? ഏകദേശം 30 വർഷമാവും. 40 വർഷം. അപ്പൊ 40 വർഷമായി നിൽക്കുന്ന ഒരു പീഡിയ തണ്ണക ഇന്ന് അപ്രത്യക്ഷമാകുകയാണ്. അപ്പൊ ഫിലിം വേണമെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ആ ഫിലിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫിലിമിൽ ചെറിയൊരു ഭാഗം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നതായിരിക്കും. അവാർഡ് കിട്ടിയ പടമായിരിക്കും. ആ ചിത്താരി നമ്മുടെ നാട്ടിലൊരു ഫിലിമേ ഇറങ്ങിയിട്ടുള്ളൂ. ആ ഫിലിമാണ് പിറവി. അവാർഡ് കിട്ടിയ. അപ്പൊ ഇതിനു മുമ്പ് നമ്മളെ ഭരത് ഗോപി അഭിനയിച്ച പടമാണ്. അതുകൂടാതെ നമ്മുടെ കൊട്ടിലങ്ങാട് അക്കരയിലെ ഒരു വ്യക്തിയുണ്ട്. അക്കരയിലെ വ്യക്തി ഫാറൂഖ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പണ്ടത്തെ ചരിത്രം നമ്മളെ ചെറുപ്പകാലത്ത് കാണുന്ന ഒരു പീഡിയാണിത്. അപ്പൊ ഓർമ്മയിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓർമ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വീടൊന്നും കൂടി ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പീഡികത്തണ്ണിക. അപ്പോൾ ഇത് അപ്രത്യക്ഷമാകുകയാണ്. വീട് വന്നത് 30 വർഷം പഴക്കമുള്ളൊരു പീഡികത്തണ്ണികയാണ്. അപ്പോൾ ഇത് എന്നെ ഓർമ്മയിൽ, ഇവിടെ കൊട്ടിലങ്ങാടാർക്കും ചിത്താരി ചാമണ്ടിക്കുന്നാർക്കും ഇത് ഓർമ്മയിലാണ്. എന്നെ ഓർക്കാൻ ഈ ഒരു വീഡിയോ മാത്രം കാണാം. അപ്പോൾ എൻ്റെ മുമ്പിലെ മുൻകാലത്ത് ഈ ഷോപ്പിൽ കച്ചവടം ചെയ്ത ഒരു വ്യക്തിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മുമ്പത്തെ ഇതിനെ കുറിച്ചുള്ള? 80 കൊല്ലം ഇത് കിട്ടിയിട്ട് ബിൽഡിങ് 8 കൊല്ലം ഞാൻ കച്ചവടം നടത്തി. അപ്പോൾ 10-80 കൊല്ലമായ ഒരു പീഡിക തണ്ണികയാണ്. അപ്പോൾ ഇന്ന് അപ്രത്യക്ഷമാകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 8 വർഷം കച്ചവടം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളെയും കൂടി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇത് പൊളിച്ചു പോകാൻ വേദന ഉണ്ടോ? എങ്ങനെയാണ്? അപ്പോൾ എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ് ഈ ഒരു സംഭവം. എല്ലാവരും ചെറുപ്പം തൊട്ട് ഈ കൊട്ടിലങ്ങാട് ഭാഗത്ത്, രാമനിശ്വരം ഭാഗത്ത് എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇന്ന് അത് അപ്രത്യക്ഷമാകുന്നത് എല്ലാവർക്കും ഒരു വേദനയുള്ള ഒരു കാര്യമാണ്. അല്ല, എല്ലാവരും അങ്ങനല്ലേ? നമുക്കൊരു തണലായിട്ടുണ്ട്. അത് ഇന്ന് അപ്രത്യക്ഷമായി മാറണം. ഓക്കെ, ബൈ.